നിങ്ങളിത് എവിടെയായിരുന്നു? ഞാൻ ആ പടിഞ്ഞാറച്ചത്തോട്ടായിരുന്നു. എന്തൊരു കാട് പിടിച്ച് കിടക്കണെന്നാ. ഇതുവരെ ഉണ്ട്, മുട്ടോളം വരെ ഉണ്ട്. ഈ ചീരയും തക്കാളിയൊക്കെ നട്ടിട്ടെ കണ്ടുപിടിക്കാൻ തന്നെ വലിയ പാട്. അതിന്റെ ഇടയില് വല്ല പാമ്പാ കീരിയ ഉണ്ടെങ്കിൽ പോലും തിരിച്ചറിയാൻ പറ്റൂല. നിങ്ങൾ തന്നെയല്ലേ അവിടെ കൊണ്ടു നട്ടതല്ലോ? പിന്നെ ഞാനല്ല, വേറെ ആരാ നടാനുള്ളത്? ഞാൻ നട്ടപ്പോ ഞാൻ വിചാരിച്ച എത്രയും കാട് വന്ന് കയറുവന്നു. എന്റെ പൊന്ന് സെബാസ്റ്റ്യൻ കുഞ്ഞെ, ഞാനത് അപ്പോഴേ പറഞ്ഞതല്ലേ, ആ നടണേന് മുമ്പ് അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നടാന്ന്. നിങ്ങൾക്ക് നടാനാർന്നല്ലോ ധൃതി. ഇപ്പൊ കണ്ടാ എന്നിട്ട് ചേട്ടാ നട്ടപ്പോ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ കാട് വന്ന് കയറുവന്നു. ഇനിയിപ്പോ ഞായറാഴ്ച എന്തെങ്കിലും ആവട്ടെ, അതാവുമ്പോ പിള്ളേരും ഒക്കെ കാണുമല്ലോ. അത് ശരിയാ, അതൊക്കെ അവർക്ക് ഇഷ്ടമുള്ള കാര്യ. ആണാ? എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ശരി, വെണ്ടയും കത്തിരിക്കയും പാവയ്ക്കയും പയറും കപ്പയൊക്കെ നടാം. എല്ലാരും കൂടെ ഉള്ളപ്പോ രസമല്ലേ കൃഷി ചെയ്യാൻ? നടണതൊക്കെ കൊള്ളാം, നോക്കിയാ മതി ഇതൊക്കെ. അങ്ങനെ ഒരു ടോക്ക്. ഇതൊക്കെ എത്ര കേട്ടേക്കണം. എന്ത്? ഒരിടയ്ക്ക് മേടിക്കണ മീൻ മൊത്തം ഫോർമാലിനാണെന്ന് പറഞ്ഞ് മീൻ കൃഷി തുടങ്ങി. എന്നിട്ട് എന്തായി? വല്ലതും നടന്ന? അല്ല, ഇവിടെ കൃഷി ചെയ്യണ പച്ചക്കറി വെച്ച് നമ്മൾ പാചകം ചെയ്തിട്ടില്ലേ? പിന്നെ ഈ 2 പച്ചമുളകും 4 തക്കാളിയും കൊണ്ട് തന്നെയാണ് കൃഷി. അത് തീരുമ്പോ നിങ്ങൾ വീണ്ടും പോയില്ലേ മാർക്കറ്റിൽ മേടിക്കാൻ? എന്നാ നീ നോക്കിക്കോ, അടുത്ത തവണ കംപ്ലീറ്റ് 1 മാസത്തേക്കുള്ള പച്ചക്കറി ഞാനിവിടെ ഉണ്ടാക്കുകയും ചെയ്യും. അത് ഈ ടേബിളിന്റെ അടുത്ത് കൊണ്ട് വച്ചുകയും ചെയ്യും. പറയണത്. പിന്നെ അത് മാത്രമല്ല, മീനും ഉണ്ടാക്കും. നീ മീനിന്റെ കുറ്റം പറഞ്ഞല്ല. ഞാൻ അടുത്ത നോക്കിക്കോ ഇവിടെ മീൻ കൃഷി വളർത്തും. എന്നിട്ട് നമുക്ക് നല്ല കരിമീൻ പൊള്ളിച്ചതും പഴങ്കഞ്ഞിയും കൂട്ടി കഴിക്കുകയും ചെയ്യാം. പറയണതൊക്കെ കൊള്ളാം, ചെയ്ത് കണ്ടാ മതി. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇടയ്ക്ക് ബീഫ് കഴിക്കണം എന്ന് തോന്നിയാൽ നിങ്ങൾ പോത്തിനെയും കൊണ്ടു വളർത്തുവോ? ആക്കിയതാണല്ലേ ഗ്രേസിയെ? അതെ, കഴിക്കാൻ ദോശ എടുക്കും, വിശക്കുന്നു. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ ഞാൻ ഈ ദോശ ചുട്ടുകൊണ്ട് നിൽക്കണത്? നിങ്ങൾക്ക് ഒരെണ്ണം എടുത്ത് കഴിച്ചാലെന്താന്നേ? ഓ, മരുമോള് വന്നതിന് ശേഷം ഭർത്താവിന് തീരെ ബഹുമാനമില്ല. മരുമോള് വന്നതിന് ശേഷം ഒന്നും അല്ല, നിങ്ങൾ അത് എടുത്ത് കഴിച്ചെന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിലെ വാച്ചൊന്നും ഊരി പോകില്ലല്ലോ. അതിന് വാച്ചില്ലല്ലോ ഗ്രേസിയെ. ഓ, പിന്നെയും തമാശ. അപ്പൊ ഞാൻ തന്നെ പ്ലേറ്റ് എഴുതി ദോശ എടുക്കണമല്ലേ? വെള്ളമൊന്നും ഇല്ലല്ലോ ഇവിടെ. ഇതില് മോട്ടർ അടിച്ചില്ലേ രാവിലെ? നിങ്ങളെ കുറ്റം കണ്ടുപിടിക്കാൻ ഇറങ്ങിയേക്കാണ് രാവിലെ. ചേട്ടാ, കുറ്റം കണ്ട് പറയണ്ടേ ഗ്രേസിയെ? വേണമെങ്കിൽ എടുത്ത് കഴിക്കും മനുഷ്യ. എന്റെ പൊന്നോ, ചൂടിന് വേണമെങ്കിൽ കഴിക്കും. കട്ടി കുറച്ചുകൂടെ. ഇതെന്തോന്നിത്? നല്ലൊരു ദോശ ഇടാ. കാലത്തെ നെഗറ്റീവ് അടിച്ച എന്നെ അങ്ങോട്ട്. ചമ്മന്തി അരച്ചില്ലേ? ഇതാണോ കറി? ഗ്രേസിക്ക് ഇപ്പൊ വന്നു ഒരു കാര്യത്തിനും ഒരു ഉത്തരവാദിത്വം ഇല്ല കേട്ടോ. ഉത്തരവാദിത്തമുള്ള ഒരാള്. കട്ടി കുറച്ച് വിട്ടുണ്ട്. ഇങ്ങനെ മതിയാ? അങ്ങനെ വേണം. നീ വല്ലതും കഴിച്ചാടി? ഞാനൊന്നും കഴിച്ചില്ല, ഞാനൊരു കാപ്പി കുടിച്ചായിരുന്നു. ഞാൻ വെറും കാപ്പിയും കുടിച്ചോണ്ട് നടക്കണം. അതാണ് വല്ലവിടെ പോയി തലയിറങ്ങി വീഴുന്നത്. നേരം കിട്ടണ്ടേ? വീട്ടില് പണി ചെയ്യണ്ടില്ലേ നിങ്ങള്? സമയത്ത് ആഹാരം കഴിക്കണം കേട്ടോ. അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കണ്ടേ? വാ തുറക്ക്. കഴിക്കേ. അങ്ങനെ കുറച്ചുകൂടെ തരട്ടെ? കഴിച്ചോ. കഴിക്കണം. നിങ്ങൾ വേഗം കഴിച്ചിട്ടേ ഒന്ന് കടയിൽ പോണം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. വേഗം കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനുള്ളതല്ല. എന്റെ ഒരു കൂട്ടുകാരനും ഇതേപോലെ തന്നെയാണ്. അവന്റെ വിചാരം ഈ ബ്രേക്ക്ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനുള്ളതായിരുന്നു. ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു, എടാ സുഹൃത്തെ, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനുള്ളതാണ്, ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് വെട്ടി വീഴാനുള്ളതല്ലാന്ന്. പക്ഷെ തെറ്റ് അവന്റെ ആണെന്ന് പറഞ്ഞാൽ അവൻ അംഗീകരിച്ചില്ല. ചില ആൾക്കാർ അങ്ങനെയാന്നേ, നമ്മൾ പറയുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മറ്റുള്ളവർ പറയണല്ലേ, അതെങ്ങനെ അംഗീകരിച്ചു കൊടുക്കും? എന്റെ അപ്പന് ഇതേപോലെ ആയിരുന്നു. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് ബോധ്യമാണെങ്കിലും നമ്മളത് പറഞ്ഞ് അംഗീകരിച്ചു തരേയില്ല. അതിനുവേണ്ടി പിടിവാശി പിടിക്കും. അല്ല, പിള്ളേർ ഇതുവരെ എഴുന്നേറ്റില്ലേ? എഴുന്നേറ്റില്ലെന്ന് തോന്നുന്നു. ഓഫീസിൽ പോകണല്ലേ? നീ പോയി വിളിക്കും, ഞാൻ ദോശ വിടാം. ചൂടുവോ? എന്ത്? ഞാൻ ചുട്ട ആവത്തില്ലേ? ഭംഗിക്ക് ചുടട്ട് ഇത് കഴിച്ചോ. അല്ല, പിള്ളേർക്കും കൂടി കഴിക്കാം. ദോശ ഞാൻ ചുട്ടു തരും. ചെല്, ഞാൻ വിളിച്ചിട്ട് വരാം. ഇതൊക്കെ നമ്മൾ എന്തെല്ലാം ചെയ്തേക്കുന്നു. ഈ 2 in 1 പരിപാടിയൊക്കെ പെണ്ണുങ്ങൾക്ക് വല്ലതും അറിയാമോ? ഒരു വണ്ടി ഇരിക്കുന്ന കോലം കണ്ടില്ലേ? കണ്ടാ, ചാവി വരെ അതിൽ നിന്ന് എടുത്തിട്ടില്ല. ഇവനിതൊക്കെ ഒന്ന് തുടച്ചു വെച്ചൂടെ? വൃത്തിയില്ലാതിരിക്കുന്ന ഗ്രേസിയേ, ഒരു തുണിയും ചേർത്ത് വണ്ടി തുടക്കാൻ. ഒരു കാര്യത്തിനും ഒരു ശ്രദ്ധയില്ല. ആരെങ്കിലും വണ്ടി വാങ്ങിച്ചു കൊടുത്താൽ കയറി പോവാൻ മാത്രം അറിയാം. ഗ്രേസിയേ,
ഓ എന്തോന്ന് മനുഷ്യ രാവിലെ തന്നെ കിടന്ന് ബഹളം. താണ്ടാ ഈ വണ്ടിയുടെ കോലം കണ്ടില്ലേ, പൊടിയും അഴുക്കും ഒക്കെ ആയിട്ട് താവേ വരാതെ ഇന്ന് എടുത്തിട്ടില്ലെന്ന്. അതിനാണ് ഇത്ര കിടന്ന് ബഹളം. ഞാൻ വിചാരിച്ചു നിങ്ങളുടെ മുന്നത്ത് കൃഷി തുടങ്ങാൻ പോണേന്ന്. ഓ ഈ വണ്ടി ഇവിടെ ഇങ്ങനെ വെച്ചാലേ രാത്രി ഒന്ന് കള്ളന്മാരൊക്കെ എടുത്തോണ്ട് പോയാലാ? പിന്നെ ഈ ഗേറ്റും കടന്നു വന്ന് കള്ളന്മാരും പൂട്ടിയിട്ടാണ് ഗേറ്റിന്റെ അടുത്തുനിന്ന് ആരെടുത്തോണ്ട് പോകുന്നത്? പൂട്ടിയിട്ടിരിക്കുന്ന വണ്ടി എന്തല്ല സാധനം അടിച്ചോണ്ട് പോകുന്നത്, കാർ വരെ പൊക്കിക്കൊണ്ട് പോകുന്ന കാലമാണ്. പിന്നെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തുടച്ച് കളഞ്ഞാ പോരെ. ഇതിൽ ഇത്ര കിടന്ന് എന്നെ കിടന്ന് ബഹളം വെച്ച് വിളിക്കേണ്ട കാര്യമുണ്ടോ? അവൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് ഒരു ഉത്തരവാദിത്വം ഇത് സർവീസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? പിന്നെ ആ ചെക്കൻ അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യും, ഒരു കുഴപ്പമില്ല. ഒരു വണ്ടി കിട്ടിയാൽ അത് മര്യാദയ്ക്ക് ഓടിക്കാൻ പോലും ഇവനൊന്നും അറിഞ്ഞൂടാ, സൂക്ഷിക്കാൻ പോലും അറിഞ്ഞൂടാ. പിന്നെ നിങ്ങൾ വേണ്ടാത്ത പണിക്കൊക്കെ എന്തിനാ നീ വയസ്സാങ്കാലത്ത് ആ വണ്ടിയുമ്പോ കിടന്ന് പണിയണേ? അതാവുന്നവര് ചെയ്തോളും. ആർക്കാടി വയസ്സായത്? അതെ, ഒരു സമയത്ത് ഞാൻ ഇതിന്റെ ഒക്കെ പുറന്ന് പാറി പറന്ന് നടന്നവനാ. ലെജൻസ് ഓടിച്ചോണ്ടിരുന്നാടി ഈ ബുള്ളറ്റ് ഒക്കെ. അതൊരു സമയത്ത്. ഇപ്പൊ പിന്നെന്താ പ്രശ്നം? ഇപ്പോഴും വലിയ പ്രശ്നമൊന്നുമില്ല. പണ്ടേ നിന്നെ കാണാൻ വന്നപ്പോ ഞാൻ ബുള്ളറ്റിൽ വരുന്നതിന് ഓർമ്മ ഉണ്ടായിരുന്ന? അതന്ന് ഏതോ ഫ്രണ്ടിന്റെ ബൈക്കാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഫ്രണ്ടിന്റെ ബൈക്കൊക്കെ തന്നെയാണ്. അന്ന് തന്നെയും കൊണ്ട് ടൗണിലൂടെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നിട്ട് എന്നോട് അത് പറഞ്ഞില്ലല്ലോ? അത് നിന്നോട് പറയാൻ പോലും പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നല്ലോ, പിന്നെയല്ലേ ബൈക്കിൽ കയറുന്ന കാര്യം പറയാൻ. എന്നിട്ട് ഇപ്പൊ ധൈര്യം ഉണ്ടാവോ? ഇപ്പൊ ധൈര്യം ഉണ്ടോന്ന്? ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ ഒന്ന് വിളിച്ചു നോക്ക്, വരുവോ ഇല്ലേന്ന് അറിയാല്ല. ശരിക്കും വിളിച്ചു നോക്ക്. എന്നെ നാണക്കേടായി പോയെന്ന് അറിയാമോ? ഇനി മമ്മിയുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്റെ കർത്താവേ? ഞാൻ നിനക്ക് വാ പറഞ്ഞുകൂടി. ഞാൻ വാ തുറന്നല്ലേ മനുഷ്യരെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്? എന്തോന്നു മമ്മി നിക്കുന്ന മമ്മി മമ്മി നീ പറഞ്ഞോളൂ. അത് കെട്ടിപ്പിടിച്ച് ഇറുക്കി നിൽക്കാൻ നേരത്തെ ആലോചിക്കണം. മനുഷ്യന് ശ്വാസം മുട്ടും, ശബ്ദം പുറത്തോട്ട് വരണമെന്നൊക്കെ ഉള്ളത്. അതെല്ലാം കേട്ടൊന്നുമില്ല, പോട്ടെ. അവര് നമ്മളെ പോലെ റൊമാൻറ്റിക് ഒക്കെ തന്നെയല്ല. അതും ശരിയാ, അവരുടെ റൊമാൻസിന് മുന്നിലേ നമ്മളൊന്നും അല്ല. അതാണ്. അല്ല, അവരിത്ര റൊമാൻറ്റിക് ആണെന്ന് ടോമിന് അങ്ങനെ അറിയാം? പിന്നെ എനിക്കറിയാം, എന്റെ പപ്പയും അമ്മയില്ലേ, നമ്മളില്ലാത്ത തരങ്ങളിലെല്ലാം അവര് ഭയങ്കര റൊമാൻറ്റിക് ആണ്. അവ റൊമാൻറ്റിക് പരമായ ഗാനങ്ങൾ, അവരുടെ കളികൾ, ചിരികൾ, അങ്ങനെ. അത് നിങ്ങൾ എങ്ങനെ കണ്ട് നാണോ ഇല്ലേ ഇപ്പൊ ഒളിഞ്ഞു നോക്കാനായിട്ട് മനുഷ്യ? ഒളിഞ്ഞു നോക്കണം തരടി. നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോ വണ്ടിക്കകത്തൊക്കെ ഓരോ പാട്ടാണ്. ആര് പാട്ട് പാടും? പപ്പയും അമ്മയും. മമ്മി പാടുവോ? രണ്ടെണ്ണോ പാടും. ടോം ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, ഞാനും കേട്ടിട്ടില്ല. അത് ബാക്കിയെല്ലാ കാര്യത്തിൽ അങ്ങനെ, മറ്റേ ബാക്കി ഈ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് പഴയ സെറ്റപ്പാണ്. നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പാടൂല, ചിരിച്ച് കളിച്ച് കൺട്രോൾ ചെയ്തൊക്കെ ഇരിക്കും. ഒരു ദിവസം ഞാൻ വണ്ടി കിടന്ന് ഇങ്ങനെ ഉറങ്ങി, ഞാൻ ബാക്കിലായിരുന്നു. ഞാൻ ഇരിക്കണതൊക്കെ മറന്നു, ഇവരങ്ങ് പാട്ട് തുടങ്ങി. ഞാൻ ഉറങ്ങണം എന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ മിണ്ടാൻ കേട്ടോണ്ടിരുന്നു, നല്ല പാട്ടൊക്കെ കേൾക്കാലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിലേ ഒരു ദിവസം നമുക്ക് ഇവരുടെ കൂടെ യാത്ര പോവാം, എന്നിട്ട് നമുക്കും കേൾക്കാലോ ഇവരെങ്ങനെയായിരിക്കും പാട്ടൊക്കെ പാടി റൊമാൻറ്റിക് ആയിട്ട് പോകുന്നതെന്ന്. അപ്പൊ എന്റെ റൊമാൻസിന്റെ ഇവിടെ പോട്ടു, അതിന് ഇനി സമയമുണ്ടല്ലോ. അതെ, എന്റെ റൊമാൻസിന്റെ പുച്ഛവും. നമുക്ക് പാട്ടൊക്കെ പാടി നല്ല അടിച്ചു പൊളിച്ച് ഒരു ഗാനമേള പോലെ പോവാം. ഒരു ബോർഡ് കൂടെ നോക്കിയാ നമുക്ക് കാറിന്റെ മുകളില്. അതിനൊക്കെ എന്റെ പപ്പേനെയും മമ്മീനെയും നോക്കണം. മുഖത്തോട് മുഖം നോക്കി രണ്ടും കൂടെ അടിയാ. എവിടെയെങ്കിലും കാറിൽ പോകാൻ കേറിയാലേ മമ്മി എന്തെങ്കിലും മിണ്ടും, പപ്പ എന്തെങ്കിലും മിണ്ടും. മമ്മി തിരിച്ച് ദേഷ്യപ്പെടും, പിന്നെ ഒരു അക്ഷരം മിണ്ടത്തില്ല. ആര്? പപ്പയായിരിക്കും. അത് തന്നെ. ഒരു ദിവസം ഒരു റിലേറ്റീവിന്റെ കല്യാണത്തിന് പോവാന്നേ, വീട്ടിൽ നിന്ന് ഇറങ്ങിയതും രണ്ടും കൂടെ വഴക്ക്. ഒരുവിധം കല്യാണത്തിനൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വരാൻ നേരത്ത് പപ്പയ്ക്ക് എവിടെ വെച്ചോ വഴി തെറ്റി. ഞാൻ പിന്നെ അനങ്ങാൻ പോയില്ല, കാരണം ചുറ്റുവാണെങ്കിൽ കുറെ സ്ഥലങ്ങൾ കാണാമല്ലോ. കാര്യം അതുപോലെ നടന്ന് കുറെ ചുറ്റി. പപ്പയ്ക്ക് മമ്മീന്റെ ചോദിക്കാൻ പറ്റുമോ? മിണ്ടത്തില്ല, രണ്ടും കൂടെ ഉടക്ക്. അവസാനം ഒരു വീതം കറങ്ങി വീട്ടിലെത്തി. പക്ഷെ വന്നപ്പോഴേ 30 കിലോമീറ്റർ ചുറ്റി വന്നു എന്ന് മാത്രം. അപ്പൊ നമുക്ക് അവരെ കൂടെ പോവാം ഒരു സ്ഥലത്ത്. നീ പറഞ്ഞ സ്ഥലങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയല്ല. അതിന് ഉടനെ നടക്കുവോ? ചുമ്മാ മൂടോട്ടോ അതൊക്കെ നടക്കും. ഇത്രയും നടത്തി എടുത്തില്ലേ, ഇതും കൂടെ നടത്തി തരും. ഓക്കെ. ചെന്നി കുഞ്ചു, ചെന്നി കുഞ്ചു. അമ്മയോട് അകത്ത് കാണും. എന്താ? ഒന്നുമില്ല, ചെറിയ ചമ്മല്, രാവിലത്തെ കാര്യം. നീ ചുമ്മാ വണ്ടി എവിടെ മാറ്റി വെച്ചോ? വണ്ടി എവിടെ രാവിലെ വെച്ചത്? വണ്ടി ഞാൻ എവിടെയാണ് വെച്ചിരുന്നത്? അപ്പൊ പിന്നെ വണ്ടി എവിടെ പോയി? ടോമേ, ഗേറ്റും തുറന്നു നടക്കുന്നു. പല കള്ളന്മാരങ്ങൾ എടുത്തോണ്ട് പോയതാണോ? പോടി, കള്ളന്മാരെടുത്തോണ്ട് ഉടനെ കള്ളം എടുക്കുകയില്ലേ. വണ്ടിയുടെ താക്കോൽ എവിടെ ടോം വെച്ചത്?
വണ്ടിയില് അതാവുമ്പോ പിന്നെ കള്ളന്മാർക്ക് ഭയങ്കര എളുപ്പമായിരിക്കുമല്ലോ. പപ്പ എടുത്ത് അങ്ങോട്ട് വെച്ചാണ് നീ മമ്മിയുടെ അടുത്ത് ചോദിച്ചാണ്. മമ്മി അല്ല ഇവിടെ ഇല്ലേ? ഇവിടെ പറഞ്ഞല്ലോ കള്ളന്മാരെല്ലാം എടുത്തോണ്ട് പോയാ. അപ്പാ മമ്മീനെ അകത്ത് കാണുന്നില്ല, പപ്പീനെ അകത്ത് കാണുന്നില്ല. ടോമേ, ഇനി കള്ളന്മാര് മമ്മീനെ പപ്പീനെ എടുത്തോണ്ട് പോയോ? അപ്പൊ അവര് തന്നെ എടുത്തോണ്ട് പോയത്. ഒന്ന് വിളിച്ചു നോക്കാം പപ്പീനെ മമ്മീനെ. വിളിച്ചു നോക്കൂ. ഞാൻ ഫോൺ ബാഗിനകത്ത്. ഞാൻ എടുക്കാം. ഞാൻ വിളിക്കാം. എന്റെ കൂടെ അവിടെ കാത്തു പോട്ട് കേട്ടോ. എന്താണ് ആദ്യമായിട്ട് കാണുന്ന പോലെ രണ്ടും ഇങ്ങനെ മിഴിച്ചു നോക്കിയിരിക്കുന്നത്? എവിടെ പോയിരുന്നു? എവിടെ പോയിരുന്നു? ഞങ്ങളെ ഒന്ന് കറങ്ങാൻ പോയതാ. ഇവർക്ക് ഭയങ്കര ഡൗട്ട് എനിക്ക് ഈ വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റുന്നു. എന്നാ പിന്നെ അത് കാണിച്ചു കൊടുക്കണമല്ലോ ഞാനും വിചാരിച്ചു. അങ്ങനെയല്ലടാ, പപ്പയ്ക്ക് ഒരു ആഗ്രഹം എന്നെ വെച്ച് ടൗണൊക്കെ ഒന്ന് ചുറ്റരുത്. അയ്യടാ, എവളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നെ ബൈക്കിൽ പുറത്തിരുത്തി ഒന്ന് കൊണ്ട് കറങ്ങാൻ പറ്റുമോന്ന്. ഈ ഓഫീസിൽ പോകുന്ന സമയത്ത് തന്നെ വേണം അല്ലേ രണ്ടിനും കൂടി കറക്കം. ഇങ്ങോട്ട് ഇറങ്ങിയോട്ട്. സമയമില്ല, സമയത്ത് വണ്ടി എടുത്തോണ്ട് പോയിട്ട് പക്ഷേ ഓഫീസിൽ സമയത്തിന് പോകാൻ പറ്റില്ല. ഇനി ഇത് പൂട്ടി വെക്കണം. ഞാൻ നോക്കി. പൂട്ടി വെക്കുന്നതൊക്കെ കൊള്ളാം. ഇതൊക്കെ വല്ലപ്പോഴും ഒന്ന് വൃത്തിയായിട്ട് തുടച്ചൊക്കെ വെക്കണം കേട്ടാ. ഓയിലൊക്കെ മാറി വല്ലപ്പോഴും ഒന്ന് സൂക്ഷിച്ച് തുടച്ചൊക്കെ വെക്കണം കേട്ടാ. വീട്ടിലെ മൂപ്പന്മാർക്ക് എന്താണ് ജോലി? അതൊക്കെ ചെയ്യണം. ഞാനല്ലല്ലോ ഓടിക്കുന്നത്. ഒരു കാര്യം ചോദിച്ചിട്ടെ, എന്താണ് ചോദിച്ചത്? ഇന്നാരാ പാട്ട് പാടിയത്? പാട്ടാ? നിങ്ങൾ തമ്മില് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തും യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര റൊമാൻറ്റിക് ആണ്, പാട്ട് പാടുന്നൊക്കെ ഞാനിങ്ങനെ അറിഞ്ഞു. ഒരു കരക്കമ്പി കേട്ടു, ഒരു കരക്കമ്പി കേട്ടു, ഒരു കരക്കമ്പി കേട്ടു. ഇവനതിന് വണ്ടി കയറി ഉറങ്ങാറുള്ള പതിവ് നീ കേട്ടാ? അതൊക്കെ വെറും അടവായിരുന്നു. പാട്ട് കേൾക്കാൻ വേണ്ടിട്ടേ മോൻ വണ്ടി കയറി അപ്പൊ തന്നെ ഉറക്കം അഭിനയിക്കും. എത്ര വർഷമായിട്ട് പൊളിച്ചല്ലോ. പാടി കേക്കട്ടെ എന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ഞാനൊരു തമിഴ് പാട്ട് പാടി, ഞാനൊരു മലയാളം പാട്ടും പാടി. അതിനെ എവള് പാടുന്നത് എനിക്ക് കേൾക്കാൻ വയ്യ, ഞാൻ പാടിയത് അവൾക്ക് കേൾക്കാൻ പറ്റില്ല. അത് ഈ വണ്ടിയുടെ മുമ്പിൽ ഇരിക്കുന്നത് പാടുന്നവര് പുറകിലിരിക്കുന്നത് കേൾക്കണം എങ്ങനെയാ? കറക്റ്റ്, 100% കറക്റ്റ്. ഈ വണ്ടിയിൽ പോകുമ്പോഴേ ടോം എന്തെങ്കിലുമൊക്കെ ഫ്രണ്ടിൽ നിന്ന് പറയും, ഞാൻ ഒന്നും കേൾക്കാറില്ല. പിന്നെ കേട്ട പോലെ മൂടും. അപ്പൊ അങ്ങനെയാണ് സംഭവിച്ചത്. പോണ്ടേ? ബാഗ് എടുത്തോണ്ടോ? എടുക്കത്തില്ല. എന്നാ ശരി, സൂചിച്ചൊക്കെ പോയിട്ട് വാ. ബൈ ഡാഡി. ബൈ അമ്മ. കേറട്ടെ? ബാഗ് എടുത്ത് പെണ്ണായിക്കോട്ടെ. ഞാൻ ഓഫീസിലെ കാര്യം ചിന്തിച്ചങ്ങ് നിന്നുപോയി. കേറട്ടെ? സ്പീഡൊന്നും വേണ്ട, സൂക്ഷിച്ചു പോണം കേട്ടോ. സമ്മതിക്കൂലല്ലോ. കാലെത്തുന്നില്ല. ഓക്കെ ബൈ. കൊറേ കാലത്തിന് ശേഷം രണ്ടും കൂടി ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഓഫീസിൽ പോകുന്നതാണ് അല്ലേ? നീ നടന്നാണോ വന്നേ? ഇടി നിനക്ക് ഒരു 5 മിനിറ്റ് മുന്നേ നേരത്തെ വന്നെങ്കിൽ എന്നെ കൂടെ കൊണ്ടുവന്നൂടാ. ഞാൻ അറിഞ്ഞില്ലടാ കുട്ടാ. പിന്നെ നീ ഇന്നലെ എന്നെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നോ? അതോ അത് ഞാനല്ല, എന്റെ അച്ഛനാ. തിരിച്ചു വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതുണ്ടല്ലോ, ഞാൻ നിന്റെ കുപ്പിക്കഥ വീട്ടിൽ പോയി പറഞ്ഞായിരുന്നു. അപ്പൊ തൊട്ട് അപ്പനൊരു ആഗ്രഹം. വാടി, നീ എന്നൊക്കെ നാണം കെടുത്തു ഇവിടാ. എന്ത് കടാന്, അങ്ങേർക്കൊരു കുപ്പി കൊടുക്കേ. നിന്നെയൊക്കെ കാരണം ഇപ്പൊ ആ മനുഷ്യന് കുടിക്കാൻ കുപ്പി കിട്ടാത്ത അവസ്ഥയാണ്. വന്നു ഇതിന്റെ സൂപ്പർ സ്റ്റാർ വന്നു. ആശിക്കല്ലേ ഇത്? അവനെന്ത് ലോട്ടറി അടിച്ചാ? ഇവനെന്തോടി ലോട്ടറി അടിച്ചെന്ന്? ആശിക്കേ, ഇന്ന് ഇച്ചിരി ഗമയിലാണല്ലോ. സാറിന് ലിഫ്റ്റ് തന്നാ, ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് വേറെ ഇറങ്ങിയേനെ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. എന്തിവിടെ ഇങ്ങനെ എല്ലാവരും? ചുമ്മാ നിങ്ങളെ കണ്ടപ്പോ ഞങ്ങള് നിങ്ങളുടെ കൂടെ അകത്തേക്ക് കയറാന്ന് വിചാരിച്ചു. പറഞ്ഞാ വണ്ടിയുടെ കാര്യം? ഇല്ല, ഞാനേ വണ്ടി എന്നത്തെ പോലെ കംപ്ലൈന്റ് ആയിട്ട് നിൽക്കായിരുന്നു. എല്ലാ തെണ്ടികളെയും കൈ കാണിച്ചു നോക്കി, ഒരു തെണ്ടി നിർത്തിയില്ല. ലാസ്റ്റ് ഈ തെണ്ടി അല്ല, ലാസ്റ്റ് സാറ് വേണ്ടി വന്ന് എന്നെ ഇവിടെ വരെ എത്തിക്കാൻ വേണ്ടിട്ട്. ഇല്ലാതെ ഞാൻ തെണ്ടിപ്പോയി. അന്നവൻ ലിഫ്റ്റ് എന്നതിന്റെ പ്രത്യുപകാരമാണോ സാർ? പിന്നെ അത് മറക്കാൻ പറ്റാത്ത കാര്യമായിരുന്നില്ല. അന്ന് എന്നെ കൊണ്ട് 1.5 കിലോമീറ്ററാണ് തള്ളിച്ചത്.
പിന്നെ പഞ്ചായത്ത് മൊത്തം തള്ളിക്കണ്ടായിരുന്നു ഇതിന് പകരമായിട്ട്. സർ പഞ്ചായത്ത് ഒരു വട്ടമല്ല 2 റൗണ്ട് കളിച്ചു. ആ സാറേ അതിൽ ഞാൻ ഇപ്പൊ ഖേദിക്കുന്നുണ്ട്. ആ വിചാരിച്ചോണ്ടിരുന്നു അവിടെ. നന്ദി ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ട് മാറിയിരുന്ന് ഗതിക്ക് സർ. എന്നിട്ട് എന്താണ് സർ? ആര് അല്ല ഇവനോട് ഗേദിക്കാൻ ഞാൻ പറഞ്ഞു. ആദ്യം ഇറക്കണ തിരിച്ചു പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകണം സാറേ. കാര്യം പെട്രോൾ വാങ്ങിക്കാറുണ്ട്. സാറിന്റെ വണ്ടിയിൽ പഴയ കുപ്പിയല്ലേ കിടപ്പുണ്ട്. കുപ്പിയാ? ഓ സർ കുപ്പിയുടെ കേസാണെങ്കിൽ ഇവളുടെ ഫാദറിനോട് പറഞ്ഞാൽ മതി. ശരണ്യയുടെ ഫാദർ ഈ പഴയ പ്ലാസ്റ്റിക് കുപ്പിയുടെ ഒക്കെ കച്ചവടം പരിപാടിയാണോ? അല്ല സർ, ആ അതല്ല കുപ്പിയല്ല സാർ, സർ. മറ്റേ അതായിരുന്നു. അപ്പൊ ശരണ്യ അങ്ങനെയാണെങ്കിലേ അടുത്ത മാസം എനിക്കൊരു ബോട്ടിൽ വാങ്ങിച്ചു തരാൻ പറ്റും. എനിക്ക് വേണ്ടിയിട്ടില്ല, ആക്ച്വലി എൻ്റെ അങ്കിളിന് വേണ്ടിയിട്ടാണ്. എല്ലാരും ഇതൊക്കെ തന്നെ പറയണേ അല്ലേ? ശരിക്കും എൻ്റെ അങ്കിളിന് വേണ്ടിയിട്ടാണ് കേട്ടാ. അയ്യോ സാർ ഇനിയിപ്പോ അച്ഛനോട് ചോദിക്കാൻ പറ്റത്തില്ല സാർ. പറ്റത്തില്ലേ? എന്ത് പറ്റി? ഇനിയിപ്പോ ഞാന് സത്യം പറഞ്ഞ അച്ഛന് ചെറിയൊരു ഡൗട്ട്. ഞാനാണോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുമ്പോ വെള്ളം അടിക്കുന്നതെന്നേ, അതുകൊണ്ട് ചോദിക്കാൻ ഒരു നാണക്കേട്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ JR-ന്റെ ഫയൽ കംപ്ലീറ്റ് ചെയ്യാൻ തന്നെയല്ലേ ഏൽപ്പിച്ചത്? അതെ സാർ. ആ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് കംപ്ലീറ്റ് ചെയ്തേക്കണേ. അത് ഉച്ചയ്ക്ക് മുമ്പ് പറ്റില്ല സാർ. എന്തോ അത് കുറച്ച് പറ്റണം സാർ. പിന്നെ സാറിന് അത്ര ആവശ്യമാണെങ്കിൽ ഞാൻ അച്ഛനോട് പറയാം. ആണോ? എന്ത് പറയാൻ? അല്ല കുപ്പിയുടെ കാര്യം. ആണോ? ഇപ്പൊ കുഴിച്ചിട്ട കുപ്പി മുളച്ച് വന്ന? അല്ല സാർ, നേരത്തെ വിളഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഇപ്പൊ നല്ലോണം വിളഞ്ഞ് പാകമായി അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 ദിവസത്തിന് ശേഷം അത് കംപ്ലീറ്റ് ചെയ്താൽ മതി. താങ്ക് യു സാർ. താക്കോല് സൂക്ഷിച്ചോളേ സാർ. അതെ. ഓക്കെ ഓക്കെ. എനിക്കൊക്കെ സമാധാനം പ്രശ്നം. എടാ ഞാൻ ഇത്രയും നേരം പറയുന്നത് നിനക്ക് മനസ്സിലായില്ലേ? ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് വിളിക്കരുത് കേട്ടല്ല. ആ പറഞ്ഞ പോലെ അങ്ങ് ചെയ്താൽ മതി. സൈലന്റ് ആക്കി വെക്കണം ഫോൺ. ഒരു കാര്യം പറഞ്ഞ് എത്ര പേരാണ് വിളിക്കുന്നത് ദിവസം? ഞാൻ കംപ്ലീറ്റ് ചെയ്ത ഫയൽ സാറിന് മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തോ. മെയിൽ ഞാൻ കണ്ടായിരുന്നു. ഓക്കെ. അമ്മച്ചിക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, 2 ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ആവും. കണ്ണെങ്ങനെയുണ്ട്? സാർ അത് പിന്നെ പെട്ടെന്നൊരു കള്ളത്തരം പറയാൻ കിട്ടാത്തോണ്ട് പറഞ്ഞതാ. അത് പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും മനസ്സിലായി. പിന്നെ കുറെ നാളുകൊണ്ട് ഈ കള്ളത്തരം കേൾക്കില്ലേ, അതുകൊണ്ട് നിലവാരം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. അല്ല സാർ വിചാരിക്കുന്ന പോലെ അല്ല. ഞങ്ങൾ ഈ കാര്യം സാറിന്റെ അടുത്ത് പറയാനായിട്ട് പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. സാറിന് അന്ന് എന്റെ വീട്ടിൽ എന്നെ പെണ്ണ് കാണാൻ വന്നില്ലേ, അന്ന് ഞാൻ ആക്ച്വലി ടോമിന്റെ കാര്യം പറയാനായിട്ട് നമ്മൾ ആ പാറയുടെ മുകളിൽ പോയത്. പക്ഷെ അന്ന് സാറ് സ്ലിപ്പായി കുഴി വീണത് കൊണ്ട് പറയാൻ പറ്റില്ല. അപ്പോഴും പറയായിരുന്നല്ലോ. കുഴി വീണ് കിടക്കുന്ന സാറിന്റെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെയാ ഇതൊക്കെ പറയാ? അതിനുശേഷം പറഞ്ഞുകൂടായിരുന്ന? അതിനുശേഷം കുറെ പ്രാവശ്യം ട്രൈ ചെയ്തതാ. പക്ഷെ പിന്നീടൊക്കെ അങ്ങ് പേടിയായി. ഒന്നാമത്തെ കാര്യം ജോലി പോകുന്നുള്ളതായിരുന്നു. ഞങ്ങളുടെ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിക്കാം. അപ്പൊ അത് സാറ് ആണെന്ന് പറഞ്ഞു. അപ്പോഴത്തെ ആ ഒരു അവസ്ഥയില് ഇതുപോലെ കണ്ടുകൊണ്ടിരുന്ന ഒരാളിനെ പറ്റി ആരെങ്കിലും എന്ത് പറഞ്ഞാലും വിശ്വസിക്കുമാരെങ്കിലും അല്ലേ? അതൊക്കെ വെറുതെ ആയിരുന്നു. ആ പോട്ടെ, എല്ലാം കഴിഞ്ഞില്ലേ, സാരമില്ല. അല്ല ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊരു റിക്വസ്റ്റ് ആണ്. പറഞ്ഞു. സാർ ഇങ്ങനെ വെറുതെ നിക്കില്ലേ? പിന്നെ ട്രാൻസ്ഫർ ആയി പോണോ? അയ്യോ അതല്ല, സാർ ഒരു കല്യാണം കഴിക്കണം. അയ്യോ നാളെ മതിയോ? സാർ ഞാൻ കാര്യമായിട്ട് പറഞ്ഞാ. ആണോ? നീ മറ്റേ ബ്രേക്കപ്പിന്റെ പരിപാടിയില്ലേ നടക്കുമ്പോഴത്തേക്കും നമ്മളൊരു സ്ഥിരം ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ആ ഒരു പാറ്റേൺ പോലെ തോന്നുന്നു. അതാണോ ഉദ്ദേശം? ഞാൻ കാര്യമായിട്ട് പറഞ്ഞാ. സാർ കാര്യമായിട്ട് പറഞ്ഞാണോ? ഇങ്ങനെ കാണുമ്പോ എന്തോ എവിടെയോ ഒരു വിഷമം. തന്നെ മറ്റേ ക്ലീഷേ ഡയലോഗ് കൂടെ പറയാത്തത്? ഏത്? സാറിന് എന്നെക്കാൾ നല്ല പെണ്ണിനെ കിട്ടുമെന്ന്. അതെന്തായാലും ഞാൻ പറയത്തില്ല. അത് എന്നെക്കാളും നല്ലൊരു പെൺകുട്ടിയെ സാറിന് കിട്ടുമെന്നും. ആ ശരിയാ ശരിയാ, എന്തായാലും തന്നെക്കാൾ നല്ല പെൺകുട്ടിയെ കിട്ടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ സാർ ഇങ്ങനെ നിന്ന് മൂത്ത് നരക്കത്തേ ഉള്ളൂ. നമുക്ക് കാണാം. താങ്ക് ഗോഡ്, എനിക്ക് ഇപ്പോഴൊരു ആശ്വാസമായത്. സാറിനെ ഇന്ന് ചിരിച്ചു കണ്ടല്ലോ. ഇതുവരെ ഉള്ളിൽ എന്തൊക്കെയോ ടെൻഷനായിരുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ? ഇനിയും പറഞ്ഞോ. നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. അതിന്റെ ആവശ്യമുണ്ടോ? കാരണം സാറിനെ പോലെ നല്ലൊരു വ്യക്തിനെ ഞാൻ നന്നായിട്ട് മിസ് ചെയ്യും. ഫ്രണ്ടായിട്ടിരുന്ന പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. എന്തും പറയാലോ അല്ലേ? സോ ഫ്രണ്ട്സ്. അങ്ങോട്ട്
ഇങ്ങോട്ട് വരാമോ? ആ വാ. ആ നല്ല കാഴ്ചയാണല്ലോ. ആ നമ്മൾ ഈ ഒന്ന് വിട്ട കണക്ഷൻസ് ഒക്കെ പിന്നെയും മെയിൻറ്റെയിൻ ചെയ്യണം നല്ലതാ. പക്ഷെ നാട്ടില് അത് പല രീതിയിൽ വ്യാഖ്യാനിക്കും. അമ്മയപ്പം എന്തിനാ വന്നത്? സാർ ബിസി ആണല്ലോ ഇവിടെ. ശ്രീൻ സാർ ഒരുപാട് തവണ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? അപ്പൊ എന്നെ സാറ് വിളിച്ച് പറഞ്ഞു ഒന്ന് പറയാൻ വേണ്ടി. കാര്യം എന്താ? ഒരു ഇമ്പോർട്ടന്റ് ന്യൂസ് ഉണ്ട്. അതായത് നമ്മുടെ പ്രോജക്റ്റിൽ ഒരാൾ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആര്? ക്രിസ്റ്റീന. ആണോ? എപ്പോ? അയ്യോ, ആ അടുത്ത് തന്നെയാണെന്നാ പറഞ്ഞത്. ഓൾറെഡി നമ്മൾ പ്രോജക്റ്റ് തുടങ്ങിയല്ലോ, അത് പറയാൻ വേണ്ടിയാ വന്നത്. ആ